ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹാബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഓൾറെഡി തന്നെ പ്ലേലിസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ അത് ഓർഡർ ആയിട്ട് കണ്ടുവരാനായിട്ട് ശ്രമിക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? കട്ട് ചെയ്താല് ലിനിന്റെ വർക്കൊക്കെ കഴിഞ്ഞു. വാ, നിന്നെ ഞാൻ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് പോകുവാണ്. അവർ രണ്ടുപേരും ഒരു ബ്രിഡ്ജിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ലിനെ തിരികെ പോകാൻ വേണ്ടി രണ്ടുപേർക്കും ചേർന്ന് ട്രെയിനിന്റെ ടിക്കറ്റും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നിന്നെ സ്റ്റേഷനിലാക്കിയിട്ട് ഞാൻ തിരികെ വരുമെന്ന് അവൻ പറഞ്ഞതും എനിക്ക് തനിയെ പോകാൻ അറിയാലോ, എന്നിട്ട് നീ എന്തിനാ ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് ഹീറോയിൻ ചോദിക്കും. അത് പിന്നെ അത്ര നേരമെങ്കിലും നിന്റെ കൂടെ ഇരിക്കാലോ, അതുകൊണ്ടാണെന്ന് ലിൻ പറയുവാണ്. ഹീറോയിന് പിന്നെയും പിരിയാൻ പോവുകയാണല്ലോ എന്നോർത്ത് വളരെ വിഷമം. രണ്ടുപേരും വളരെ സങ്കടത്തോടെ തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. നെക്സ്റ്റ് ഡേ തിരികെ പോകാനുള്ള ട്രെയിനിലും കയറി കഴിഞ്ഞു. ഇനി എത്ര ടൈം ഉണ്ട് എത്താനെന്ന് ലിന്നും മാപ്പിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ അതിലും സങ്കടം. നിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, എനിക്ക് പോകാനേ തോന്നുന്നില്ല. പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, എനിക്ക് തിരികെ പോയല്ലേ പറ്റുമെന്ന് അവള് ടെൻഷൻ ആയതും നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, എല്ലാം നല്ല രീതിയിൽ പോകുമെന്ന് ഹീറോയും അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. സോ കൂടെയുള്ള ടൈം അവരൊന്നിച്ച് സന്തോഷത്തോടെ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ ഹീറോയിനും ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തി. നിനക്ക് വേണ്ടി ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, സേഫ് ആയി നീ എത്തിയിട്ട് മെസ്സേജ് അയക്കണം, എന്ത് വന്നാലും നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് സംസാരിക്കാമെന്ന് ഹീറോ പറയാണ്. ശരി, നിന്റെ ബർത്ത്ഡേ എന്നാ? ഞാൻ അതുപോലും ചോദിച്ചില്ലെന്ന് ഹീറോയിന് അപ്പോഴാണ് അതൊക്കെ ചോദിക്കുന്നത്. ഹീറോയും അവന്റെ ബർത്ത്ഡേ ഡേറ്റ് പറയുന്നുണ്ട്. എന്ത് അപ്പോഴോ? ഈ അടുത്താണല്ലോ കഴിഞ്ഞത്. ആ ടൈമിൽ നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാല് അതെ, നമ്മൾ തമ്മിൽ അന്ന് മീറ്റ് ചെയ്തിരുന്നു. നമ്മൾ രണ്ടുപേരും ന്യൂഡിൽസ് കഴിക്കാൻ വേണ്ടി വേയുടെ കൂടെ പോയില്ലേ, നിന്റെ ബ്രദറും കൂടെ ഉണ്ടായിരുന്നു, അന്നായിരുന്നു എന്റെ ബർത്ത്ഡേ എന്ന് പറയും. അന്നോ സെലിബ്രേറ്റ് ചെയ്യായിരുന്നില്ലേ? നീ എന്താ എന്നോട് ഒരു വാക്ക് പറയാതിരുന്നെന്ന് ചോദിച്ചാല് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, ഞാൻ ഹാപ്പി ആയിരുന്നു എന്ന് ഹീറോ പറയും. എന്നാലും ഞാൻ നിന്റെ ബർത്ത്ഡേ മിസ്സാക്കിയല്ലോ എന്ന് ഒരുമാതിരി ശോകത്തിൽ അവള് ചോദിക്കാൻ തുടങ്ങിയതും ഇനിയും ഞാൻ ഇവിടെ നിന്നാലും ശരിയാവത്തില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞവൻ അതിനു മുമ്പ് അവളെ പിടിച്ച് കിസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഹീറോയിനും പബ്ലിക്കാണെന്ന് മാറി മാറി പോകാൻ തുടങ്ങും. ശരി, ഇപ്പോ ഞാൻ വിട്ടേക്കാം, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് അവൻ ഹീറോയിനെ വിളിച്ചുകൊണ്ട് ടാക്സിയിലേക്ക് കയറാനായിട്ട് വരുന്നുണ്ട്. അവളുടെ ബാഗും ലഗേജ് ഒക്കെ എടുത്തു വെച്ച് കൊടുത്ത് ഹീറോയും ബായ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹീറോയിനെ അതാ പെട്ടെന്ന് ഹീറോയെ വിളിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഹീറോയ്ക്കും വളരെ സന്തോഷമായി. ആ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവൻ തിരികെ പോകുന്നത്. ഇനിയും അവന് ഗൈഡ് വർക്ക് ചെയ്യാനുണ്ട്. സോ ബസ്സിലേക്ക് തിരികെ വന്നതും ഡ്രൈവർ ചോദിക്കും, നിനക്ക് നാട്ടിൽ പോയിട്ട് വരായിരുന്നില്ലേ? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇതുവരെ എന്തിനാടാ നടന്നു വന്നത്? ഇത്രയും ക്യാഷ് നീ പിശകുന്നത് എന്തിനാന്ന് ചോദിക്കും. എന്നെ കൊണ്ട് എത്ര സേവ് ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ സേവ് ചെയ്യുമെന്ന് ഹീറോ പറയും. അതെ, സേവ് ചെയ്തിട്ട് ആ പെണ്ണ് വരുമ്പോ മൊത്തത്തിൽ ചിലവാക്കാനല്ലേ? ശരിയാ, ലവ് എന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, സന്തോഷമായിട്ടിരിക്കേ. അതേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഡ്രൈവറും വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. അന്നത്തെ അവന്റെ വർക്കൊക്കെ കഴിഞ്ഞ് ലിന്നും തിരിച്ച് അവന്റെ ക്ലബിലേക്കാണ് വരുന്നത്. ഇവൻ ഇപ്പോ ക്ലബിൽ തന്നെയാണ് തങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഫുഡ് കഴിച്ചുകൊണ്ട് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഹീറോയിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടെയാണെന്ന് ചോദിച്ച് ഹീറോ ഒറ്റ വാക്കിലും മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത് കണ്ട്, എന്താ ഇത്, നേരിൽ കാണുമ്പോൾ മാത്രം നീ നന്നായിട്ട് സംസാരിക്കും, ടെക്സ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ളൂ, നമ്മുടെ ചാറ്റ് ആരെങ്കിലും കണ്ടാല് ഞാൻ നിന്റെ പുറകെ നടക്കുന്നെന്ന പോലെ മറ്റുള്ളവർക്ക് തോന്നുമെന്ന് അവള് പറയും. ഇത് കണ്ട് ഹീറോയ്ക്ക് ചിരിയാണ് വരുന്നത്. ശരി, നീ ഇപ്പോ ഫ്രീ ആണെങ്കിൽ വീഡിയോ കോൾ ചെയ്യ്, ഞാനും ഫ്രീ ആണ്, സംസാരിക്കാമെന്ന് പറയും. സോ ഹീറോയിനും വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ സിഗ്നൽ ശരിയായിട്ട് കിട്ടാത്തത് കൊണ്ട് അപ്പൊ കട്ടായി പോകുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്റെ ഗെയിം കാണാൻ നീ വരില്ലേ എന്ന് ഹീറോയിൻ ചോദിക്കുവാണ്. ഹീറോ പെട്ടെന്ന് സൈലന്റ് ആകുന്നുണ്ട്, ഷോക്ക് ആകുന്നുണ്ട്. കാരണം അവൻ ചെറുപ്പത്തിലെ എപ്പോഴാണോ ഗെയിം വിട്ട് പുറത്തു വന്നത് അതിനുശേഷം ഒഫീഷ്യലായി നടക്കുന്ന ഒരു ഗെയിമിനും അവൻ പോയിട്ടില്ല. അതിനെക്കുറിച്ച് അവൻ ആലോചിച്ചവൻ, ഇല്ല, എന്നെ കൊണ്ട് വരാൻ സാധിക്കില്ലെന്ന് പറയും. ശരി, അത് സാരമില്ല വീടെന്ന് ഹീറോയിന് പറയുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിന്റെ ഫ്രണ്ട് വരുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്യാൻ പോകുവാടി, നീ ഫ്രീ ആണോ എന്ന് ചോദിക്കും. അവളും ഞാൻ ഫ്രീ ആണ്, ഞാൻ വരാമെന്ന് പറയും. അവിടെ വെച്ച് അവരുടെ ആ ഫോൺ കോളും കട്ടാകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ലിന്ന് ആലോചിക്കുവാണ്. അവൻ 13 വയസ്സായിരിക്കുമ്പോ ആ ഫേമസ് ആയ അവന്റെ മാസ്റ്റർ ഉണ്ടല്ലോ, അവർക്കും നമ്മുടെ ലിന്നിനും തമ്മിൽ എന്തോ വലിയ വാക്കുതർക്കങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും മാസ്റ്ററോട് സോറി ചോദിക്കുക, അത് നിന്റെ മാസ്റ്റർ അല്ലേ, സോറി പറയടേ എന്ന് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അവൻ അപ്പോഴും സോറി പോലും ചോദിക്കാതെ വളരെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുവാണ്. ഇത് കണ്ട മാസ്റ്റർക്ക് ദേഷ്യം വരും. എന്റെ കൺമുമ്പിൽ ഇനി നിന്നെ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അവൻ ഗെയിം കളിച്ചിട്ടുമില്ല, അവന്റെ മാസ്റ്ററെയും ഇതുവരെ പോയി കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാത്തിൽ നിന്നും ഒതുങ്ങി
നിൽക്കുമായിരുന്നു നമ്മുടെ ഹീറോ. അതേസമയം ഇവിടെ കാണിച്ചാല് നമ്മുടെ ഹീറോയിനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞല്ലോ. അപ്പോ ജിയാങ്ങിന്റെ ടീമിലെ ചില ഗേൾസിനെ കാണിച്ചില്ലേ, അതിലൊരു പെണ്ണ് വരുന്നുണ്ട്. മുൻപ് ഹീറോയിന് ഒരു സീനിയറിന്റെ കൂടെ കളിക്കേണ്ടി വരും സെമി ഫൈനൽ ആകുമ്പോ എന്ന് പറഞ്ഞിരുന്നില്ലേ, ആ പെണ്ണാണ് ഇതെന്നാ തോന്നുന്നത്. ലിന്നും നീയും ഒരുപാട് ക്ലോസ് ആണോ? ലിന് നന്നായിരിക്കുന്നു സുഖവിവരങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഹീറോയിനും മറുപടി കൊടുക്കുന്നുണ്ട്. അതെ, PhD വരെ അവന് കിട്ടുന്നത് പോലെയുണ്ട്, നന്നായിരിക്കുന്നത് പറയും. പക്ഷെ അവൾക്ക് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്, ഈ പെണ്ണെന്തിനെ ലിന്നിനെ പറ്റി ചോദിക്കണമെന്ന്. വേഗം അവൾ മടിച്ചു നിൽക്കാതെ തന്നെ ലിന്നിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഈ പെണ്ണ് നിന്നെ പറ്റി ചോദിക്കുന്നതെന്ന്. പക്ഷേ നീ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ എന്ന് ഹീറോ ടോപ്പിക് മാറ്റി സംസാരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വേഗം വേക്ക് കോൾ ചെയ്ത് ഹീറോയിൻ താഴെയുണ്ട്, നിന്റെ ഹെൽപ്പ് എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുവാണ്. എന്നിട്ട് ഹീറോയിനോട് അവൻ പറയുന്നുണ്ട്, ആ പെണ്ണെന്നോട് ഒരു വട്ടം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നുമില്ലെന്ന്. ഹീറോയിൻ ഇത് കേട്ട് ചെറുതായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നാലും അവള് സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഹീറോ പറഞ്ഞയച്ച് വെയ് വരുന്നത്. അവൻ ഡയറക്റ്റ് ആയിട്ട് ആ പെണ്ണിനോട് ഹായ്, ഇത് ലിന്നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട്. ലിന്നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് കേട്ടതും ആ പെണ്ണിന്റെ മുഖഭാവം പെട്ടെന്ന് ചേഞ്ച് ആകുന്നുണ്ട്. വാ നമുക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ലിൻ മനഃപൂർവ്വം അവളെ അവിടെ നിർത്താതെ ഹീറോയിൻ അവന്റെ കൂടെ വിളിച്ചുകൊണ്ട് പോയി. കട്ട് ചെയ്താല് ഹീറോയിൻ അവളുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുവാണ്. ലിൻ അതെല്ലാം ഫോൺ വഴി സൈലന്റ് ആയിട്ട് ഇരുന്ന് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഹീറോയിനോ 3 ഗെയിം കളിച്ച് സെമി ഫൈനലിൽ എത്തി വന്നിരിക്കുകയാണ്. ലിന്നിനോട് സംസാരിക്കണം, മൊബൈലിൽ ചാർജ് പോലും ഇല്ല, അതുകൊണ്ട് അവള് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ലിൻ അവിടേക്ക് കയറി വരുന്നത്. ലിന്നിനെ കണ്ട് അവിടെയുള്ള എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. എന്തായത്, ലിന്ന് തന്നെയാണോ ഇവിടേക്ക് വന്നിരിക്കുന്നത്? ഇത്ര വർഷം അവൻ ഒരു ഗെയിമിന് പോലും വന്നിട്ടില്ല. ഇത്ര ധൈര്യത്തോടെ അവൻ എങ്ങനെ വന്നു? ഗേൾഫ്രണ്ടിന് വേണ്ടി അവൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എല്ലാവരും ആശ്ചര്യത്തോടെ അടക്കം പറയാനായിട്ട് തുടങ്ങി. പക്ഷെ നമ്മുടെ ഹീറോ കയറി വന്ന് എല്ലാവരോടും ക്യാഷ്വൽ ആയിട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് അവൻ നേരെ ഹീറോയിന്റെ അടുത്തേക്കാണ് വരുന്നത്. അവളെ തട്ടി വിളിക്കാനായിട്ട് തുടങ്ങിയതും ഹീറോയിൻ പറയുവാണ്, എന്റെ ഫൈനൽ ഗെയിം എങ്കിലും കാണാൻ ലിൻ വരൂ ചേട്ടാ, എനിക്ക് അവനെ കാണാനായിട്ട് കൊതിയാകുന്നുണ്ട്, ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടെന്ന്. ലിൻ ഉടനെ ഹീറോയിന്റെ കാതിലുള്ള ഹെഡ്ഫോൺ എടുത്ത് മാറ്റുന്നുണ്ട്. ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലിന്ന് അവനെ കണ്ട് അവൾ ആകെ ഷോക്ക് ആകുന്നുണ്ട്. എനിക്കിപ്പോ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയുണ്ട്, നീ വരില്ല എന്ന് കരുതിയത് എന്നവൾ വളരെ ഇമോഷണൽ ആയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ വരടെന്നല്ലേ നീ ആഗ്രഹിച്ചതെന്ന് ലിൻ ചോദിക്കും. ഹീറോയിന് വളരെ സന്തോഷമാകുന്നുണ്ട്. അവനെ കണ്ട് അവള് വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. നമ്മുടെ ഹീറോ വരുന്ന ധൃതിയിൽ മഴ എന്ന് പോലും നോക്കാതെയാണ് ഓടി വന്നത്. സോ നനഞ്ഞിരിക്കുന്നത് കണ്ട് എന്തായത്, മഴ നനഞ്ഞാണോ നീ വന്നത്, നിനക്കെന്താ വട്ടായോ എന്ന് ചോദിച്ച് അവള് വഴക്ക് പറയാനായിട്ട് തുടങ്ങി. ഹീറോ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലാവരും ചുറ്റും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്താടാ ഇത്, ഇവൻ ഇത്ര റൊമാൻറ്റിക് ആയിരുന്നോ, ഇത്ര നാളും നമ്മൾ പോലും അറിയാതെ പോയല്ലോ എന്ന് പറഞ്ഞ് ഇവർക്കിടയിൽ ഇവർ തന്നെ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും മറ്റു ചാനൽസും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.